നിങ്ങളുടെ ഉറക്കം നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ, അത് നിങ്ങളുടെ ശരീരത്തെ വീണ്ടും വീണ്ടും ബാധിക്കുകയാണ്. മാനസിക രോഗങ്ങളായിട്ടുള്ള സ്ക്രിസോഫീനിയ, അതുപോലെ അതൊന്നും പറയുമ്പോൾ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഒന്നുമല്ല പറയുന്നത്, അത് പിന്നെ ഇൻസോംനിയ, ഇങ്ങനെയുള്ള കുറഞ്ഞ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്നല്ല, ഉറപ്പായിട്ടും വരും. ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണും, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കും. പതിയെ പതിയെ നിങ്ങളൊരു മാനസിക രോഗിയായി മാറും. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാം നിങ്ങളൊരു ഭാരമായി തീരും. അവസാനം എല്ലാ ആത്മഹത്യയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. എന്തിനു വേണ്ടി? ഇതൊക്കെ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. നിസ്സാരമായ ഒരു പുകവലി പോലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ സിഗരറ്റ് വലിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി. ഇത് കൂടുകയല്ലാണ്ട് ഈ സംഭവം കുറയില്ല. ആദ്യം ഒരു സിഗരറ്റ് വലിയിൽ തുടങ്ങും, ഒരു സിഗരറ്റ് തുടങ്ങും, പിന്നെ 2 2, 3, 4 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ സമയങ്ങളിലായിരിക്കും. ക്ലാസ്സിൽ പോകുന്ന സമയത്താണെങ്കിൽ വൈകുന്നേരമായിരിക്കും അവൻ വലിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ വന്ന് കഴിയുമ്പോൾ അവന് ഒത്തിരി ഫ്രീഡം കിട്ടും. അപ്പോൾ അവൻ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ വലിക്കും. ഇതിനുശേഷം പുള്ളി ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ പിന്നെ ഫുൾ ഫ്രീഡമാണ്. വരുമാനം വന്നു, എല്ലാം വന്നു. വീട്ടിൽ നിന്ന് ആള് പോയി എന്ന് വിചാരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മാക്സിമം ഫ്രീഡമാണ്, പൈസയുണ്ട്. 2-3 സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തോരം വലിക്കും? ഒരു പാക്കറ്റ് അവൻ്റെ കയ്യിൽ എപ്പോഴും കാണും. അപ്പോൾ എന്താവും? ഈ വലി കൂടും. സിഗരറ്റ് വലി വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ കോളേജിൻ്റെ അവിടെ ചെന്ന് ഒളിച്ചും പാത്ത് നിന്ന് വലിക്കുന്ന പോലെ ആയിരിക്കില്ല പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. അവൻ രാവിലെ ഒരു സിഗരറ്റൊക്കെ കത്തിച്ച് വെച്ചായിരിക്കും ബാത്റൂമിൽ പോലും ഇരിക്കുന്നത്. പിന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ അവന് സിഗരറ്റ് വേണം എന്നുള്ള അവസ്ഥയാവും. അതുപോലെ അഡിക്ഷനാണ്. ഇതുപോലെ അഡിക്ഷനാണ് മെത്ത്, MDMA, കഞ്ചാവ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും. ഇത് എല്ലാത്തിൽ നിന്നും ഒഴിവായി ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ലത്. കാരണം അവരുടെ ജീവിതത്തിലാണ് ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എന്തെങ്കിലും ഒരു ശീലം അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് കിങ്സ് വലിക്കുന്നു, അത് വലിക്കുന്നു, ഇത് വലിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേയൊക്കെ യുവാക്കളും, അല്ലെങ്കിൽ യുവാക്കളെന്നല്ല, കുറേ കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. വില്ലന്മാരൊക്കെ ഭയങ്കര സിഗരറ്റ് വലിക്കുന്നു, ചുരുട്ട് വലിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ദോഷകരമാണ്. ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരില്ല. കാരണം ഇങ്ങനെ സിഗരറ്റൊക്കെ കൈപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ പുക വിടുന്നത്, ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് കുറേ ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെറും മണ്ടത്തരമാണ്. ഞാൻ പറയുമ്പോൾ ഇത് എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഒഴിവായി ആര് ജീവിക്കുന്നു അവരുടെ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ഒന്നും ഉപയോഗിക്കാതിരിക്കൂ, എല്ലാം ഉപേക്ഷിക്കൂ. ഇത് ശരിയാ, നിങ്ങൾക്ക് കുറെ സുഖം തരുന്നുണ്ടാവും, പക്ഷെ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് ഇപ്പം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ജിമ്മിൽ പോവുക, പുഷപ്പ് അടിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രോട്ടീനുള്ള ഫുഡ് മാത്രം കഴിക്കുക, നല്ല ഫുഡ് മേടിച്ച് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും, അതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്കിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ വർക്ക് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ജിമ്മിലേക്ക് പോവുക. ജിമ്മിൽ പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യുക, നല്ല ബോഡി ആവുക. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി. നമ്മുടെ ആരോഗ്യമുള്ള ശരീരം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആണ്. പിന്നെ നമുക്ക് എന്തിനാ ഈ MDMAയും മെത്തും ഇതൊന്നും വേണ്ട. നമുക്ക് പിന്നെ പവറാ, നമ്മൾ സ്വാഭാവികമായിട്ട് പവറാ. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഒക്കെ ശ്രദ്ധിക്കുക. ഈ എണ്ണയെ പൊരിച്ച സാധനങ്ങളൊക്കെ ഒത്തിരി മേടിച്ച് തിന്നാണ്ടിരിക്കുക. അൽഫാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ. കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ
ഈ ആപ്പിള് മറ്റേ വാക്സിൻ മുക്കി ആപ്പിള് മേടിച്ച് ഒന്നും തിന്നാണ്ടിരിക്കുക. പിന്നെ ഈ മുന്തിരിയാണെങ്കിൽ അതും കുറെ വിഷം മുക്കി വരുന്നുണ്ട് ഇപ്പൊ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ. റംബൂട്ടാൻ നല്ലതാണ്, അത് മേടിക്കുക, അത് കഴുകി അത് തൊണ്ടൊക്കെ പൊളിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ ഈ പഴം, എല്ലാ നാട്ടിലും ഓരോ പഴങ്ങളുണ്ട്, നാടൻ പഴങ്ങളില്ലേ, റോബസ്റ്റ, ഞാലിപ്പൂവൻ, കദളി, ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വലിയ വിലയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്ന വലിയ വിലയില്ല. ഇതൊക്കെ മേടിച്ചങ്ങ് തിന്നുക, കുറച്ച് ഓർഗാനിക് ആയിട്ട് ജീവിക്കാൻ നോക്കുക. ഈ അൽഫാം ഈ ചിക്കൻ എടുത്ത് ഇങ്ങനെ മസാലയും പുരട്ടി അതിങ്ങനെ തിന്ന് അതിങ്ങനെ കുറെ മസാലയും തേച്ച് ഈ ബ്രോയിലർ ചിക്കൻ ഇങ്ങനെ ഇരുന്ന് ഈ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കുഴിമന്തി അൽഫാമൊക്കെ കുറയ്ക്കുക, ആഴ്ചയിലൊക്കെ ഒരിക്കലാക്കുക. സാധാ ചോറില്ലേ, നല്ല കുത്തരി ചോറും തോരനൊക്കെ കൂട്ടി കഴിക്കാൻ ശ്രമിക്കുക. പച്ചക്കറി കൂടുതൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ മീൽസിൽ. അങ്ങനെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കുറച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരുടെ കാര്യം പറഞ്ഞുതരാം. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു 10 വലിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു 8 ആക്കുക. കുറച്ച് കൊണ്ടുവന്ന് നിർത്ത്. കുറച്ച് നിക്കോടെക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ആൾക്കാർ കഞ്ചാവ് ഭയങ്കര നല്ലതാന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർബ എന്നാ പറയണേ. ഹെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധമാന്നൊക്കെ പറയും. എടാ മണ്ടന്മാരെ, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതിൽ നിന്ന് ചിലപ്പോൾ ഹെർബലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഈ സാധനം കത്തിച്ച് വലിച്ചു കഴിയുമ്പോൾ ഇത് ദൂഷ്യ ഫലമാണ് ഉണ്ടാക്കുന്നത്. കഞ്ചാവ് ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, എന്ത് സാധനം തീ കത്തിച്ചിട്ട് അതിന്റെ പുക ഉള്ളിലേക്ക് എടുത്താലും അത് ശ്വാസകോശത്തിന് പ്രശ്നമാണ്. ചിലവന്മാര് പറയുകയാണ് കഞ്ചാവ് പ്രശ്നമില്ല, സിഗരറ്റ് ആണ് പ്രശ്നം, കഞ്ചാവ് ഭയങ്കര നല്ല സാധനം എന്ന് പറഞ്ഞു. എടാ മണ്ട, ഈ സാധനം കത്തിച്ച് വലിച്ചു കഴിയുമ്പോൾ ഇത് നിന്റെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ശ്വാസം വലിക്കാനിരിക്കുന്ന ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാന്ന് പറയുന്നിടത്തേക്കാണ് ഈ പുക മൊത്തം അങ്ങ് ചെല്ലുന്നത്. എന്നിട്ട് അതിങ്ങനെ കറുത്ത് പിടച്ച് നിനക്ക് ശ്വാസം വലിക്കാനും പറ്റാത്ത അവസ്ഥയാവും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ അത് നിനക്കും കൊള്ളാം, നിന്റെ ഫാമിലിക്കും കൊള്ളാം. അതുപോലെ മദ്യപാനം, ഈ മദ്യം മേടിക്കുന്നതിന് എന്തോരം പൈസ വേണം? ഒരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പോകുന്ന ജോലിക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് അറിയാമെങ്കിൽ 1000 രൂപ താഴെയാണ് എനിക്ക് ഒരു ദിവസം ശമ്പളം കിട്ടുന്നത്. വല്ല കൂലിപ്പണിക്കും മറ്റേ ടൈലിന്റെ പണിക്കും അങ്ങനെ കുറെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് 1000 രൂപ മുകളിലുണ്ടാവും ശമ്പളം. പക്ഷെ ഇപ്പോഴും കേരളത്തില് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും 1000 രൂപ താഴെ ശമ്പളമുള്ളൂ. ഈ പൈസയും വെച്ചിട്ട് ഈ കള്ള് കുടിക്കുന്നവൻ പോയി ബീവറേജ് കൊണ്ടുപോയി കൊടുക്കുക. കുറെ ആൾക്കാർ ഈ കൂലിപ്പണിക്കും ഇതിനൊക്കെ പോയി 1000 രൂപ കൂടുതലുണ്ടായിക്കോട്ടെ, ഇവര് പോയി വൈകുന്നേരം ആകുമ്പോൾ ഇവര് വന്നിട്ട് ഈ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കുപ്പിയും മേടിച്ചടിക്കുന്നു. ഇത് ഒന്നടിക്കുന്നു, ഒരു ദിവസം അടിക്കുന്നു, പിന്നെ അത് നിങ്ങളെ അഡിക്ഷൻ ആയിട്ട് പോവുക. ഈ മദ്യം മാത്രം മേടിച്ചാൽ മതിയോ? മദ്യം മേടിക്കുമ്പോൾ പിന്നെ വെള്ളം, സോഡ, സിഗരറ്റ്, ഇങ്ങനെ കുറെ സാധനം മേടിച്ച് അത് അടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോരാഞ്ഞിട്ട് പിന്നെയും പോയി മദ്യം മേടിച്ച്, അത് കൂടാണ്ട് അത് മദ്യപിച്ച് പോയി വണ്ടി പോയി ഇടിക്കുക, ഇല്ലെങ്കിൽ മദ്യപിച്ച് എവിടെയെങ്കിലും ഫോൺ കൊണ്ടുപോയി കളയുക. സാമ്പത്തികമായിട്ട് നഷ്ടം, ശാരീരികമായിട്ട് നഷ്ടം, സമയനഷ്ടം, മാനഹാനി. എത്രയധികം പ്രശ്നങ്ങളാണ് ഈ മദ്യപാനം ഉണ്ടാക്കുന്നത്. കഞ്ചാവ് വലിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിന് ഇടയാക്കും. അത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഈ
ഈ അമേരിക്കയിലൊക്കെ കഞ്ചാവ് ലീഗലൈസാന്ന് പറയുന്നുണ്ടല്ലോ. അമേരിക്കയിലൊക്കെ എത്രയധികം മാനസിക രോഗികൾ ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നറിയോ? ചിത്തഭ്രമത്തിന് കാരണമാകുന്നു കഞ്ചാവ് എന്നുള്ളത് ഗൂഗിളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെയും കഞ്ചാവ് വലിയ സെറ്റപ്പാന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെറും മന്ദബുദ്ധികളാണ്. നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ശരീരം നന്നാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ജിമ്മിൽ പോവുക, ഫുട്ബോൾ കളിക്കാൻ പോവുക, ഇല്ലെങ്കിൽ കുറച്ച് തുണിയൊക്കെ അലക്ക്, ഇല്ലെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്തൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക. ഇതെല്ലാം ഉപേക്ഷിക്കുക. ഇത് നല്ലൊരു മനുഷ്യനായി സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ഉപകാരമുള്ള ഒരാളായിട്ട് ജീവിക്കുക. അപ്പോൾ നിന്നെ തേടി ജീവിത വിജയങ്ങൾ എത്തും. ഈ പറയുന്ന അത്രയൊന്നും എളുപ്പമല്ല. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. ഇത് പെട്ടെന്നൊന്നും നിർത്താനൊന്നും പറ്റില്ല. ഇതൊക്കെ പതിയെ ആദ്യം നിർത്തേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ആദ്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഞാനിത് നിർത്തും, എനിക്കിത് നിർത്തണം, ഇതെൻ്റെ ശരീരത്തിന് ദോഷകരമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മൈൻഡിൽ നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പതിയാണെങ്കിൽ നമുക്കത് നിർത്താൻ പറ്റും. നിങ്ങൾ അങ്ങനെ വിചാരിച്ച് നോക്കി. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഡെയിലി പത്രം വലിക്കുന്ന ഒരാളാണല്ലോ, ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കും, അയ്യോ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു നേരമെങ്കിലും ഒന്ന് വലിക്കാൻ നേരത്ത് ഒന്ന് വേണ്ട, കുറച്ച് നേരം ചവിട്ടി വെക്കാം. അങ്ങനെ ഒരു ചിന്തെങ്കിലും ഉണ്ട്. 10 എണ്ണം വലിക്കുന്നവർ 9 എണ്ണം വലിക്കട്ടെ, 9 എണ്ണം വലിക്കുന്നവർ 8 എണ്ണം വലിക്കട്ടെ, കുറയട്ടെ എങ്കിൽ സാധനം. അത്രയെങ്കിലും ശ്വാസം വലിക്കാൻ നിങ്ങളുടെ ശ്വാസകോശത്തെ നിങ്ങൾ അനുവദിക്കുക. അതുപോലെ മെത്ത്, MDMA തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ 1 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പകുതിയാവും, ചിലപ്പോൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. പല്ല് പോവും, ഇതെല്ലാം പോവും, ബ്രെയിനിലെ സെല്ലുകൾ നശിച്ചു പോവും. ഉറക്കമില്ലാതെ വേറെ മാനസിക രോഗങ്ങൾ അതും ഉണ്ടാവും. ബ്രെയിനിനെയാണ് സ്വാധീനിക്കുന്നത്. നമുക്ക് തിരിച്ചറിവില്ലാണ്ടായി പോകും എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും ഇതെല്ലാം ഉപേക്ഷിക്കുക, ഹെൽത്തി ആയിട്ട് ജീവിക്കുക. ഓക്കെ, ബൈ.